കണ്ണാടിയുടെ മറ്റൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ എറണാകുളത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ മുരുകനെ പരിചയപ്പെടുത്തിയത്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുട്ടികൾക്ക് സംരക്ഷകനായി തീർന്ന മുരുകൻ. അന്നത്തെ കഥ ആദ്യം കാണാം. ഇന്നത്തെ മുരുകൻ്റെ അവസ്ഥയിലേക്ക് മടങ്ങിവരാം. കൊച്ചി നഗരത്തിലെ ഉദയ കോളനിയിൽ ഏവർക്കും മുരുകനെ അറിയാം. അനാഥനായി വളർന്നതുകൊണ്ടാവാം തെരുവിൽ ഒരു കുട്ടിയും അലഞ്ഞു നടക്കാൻ മുരുകൻ അനുവദിക്കില്ല. കുട്ടികൾ മാത്രമല്ല, വൃദ്ധരായ മനുഷ്യരും. അവരെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കും സൗജന്യമായി. ഇന്ന് മുരുകൻ വിജയിച്ച പ്രതീകമാണ്. രണ്ടായിരത്തിന് മുകളിൽ തന്നെ കുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 2000 കുട്ടികളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു ഇതായിട്ട് നിങ്ങൾ. പക്ഷേ ചൈൽഡ് ലൈൻ്റെ ഹിസ്റ്ററി ബുക്കിൽ പരിശോധിച്ചാലോ അല്ലെങ്കിൽ ഇവിടെ അതിന് സംഘടനയെക്കുറിച്ചും അല്ലെങ്കിൽ അന്ന് കാലഘട്ടങ്ങളിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചാലോ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ് ഇത്രയും കുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ഈ വർഷങ്ങൾക്കിടയിൽ മുരുകൻ ഒരു വലിയ മനുഷ്യനായി, ഒരു വലിയ പ്രസ്ഥാനമായി, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി. എന്നാലും മുരുകൻ പഴയ ദൗത്യം ഉപേക്ഷിക്കുന്നില്ല. കണ്ണാടി പണ്ട് അവതരിപ്പിച്ച മുരുകന് ജീവിത സമീപനത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. ശിശുക്ഷേമ പ്രവർത്തനത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരവും കിട്ടി. പണ്ട് തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന മുരുകന് ഇന്നും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ സഹിക്കില്ല. പണ്ട് എച്ചിൽ നിന്ന ഓർമ്മകൾ ഇന്നുമുണ്ട്. ഇതേ ദൗത്യം അതുകൊണ്ട് തന്നെ തുടരുന്നു. പത്ത് 12 വർഷക്കാലമായിട്ട് ഞാൻ ഈ തെരുവോരങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 10,000-ഓളം മനുഷ്യരെ തെരുവിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. ഈ സാമൂഹ്യ പ്രവർത്തനമെന്ന് പറയുന്നത്, അതായത് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ഈറ്റബിൾ ട്രസ്റ്റായിട്ട് മാറുന്നുണ്ടോ എന്ന് അല്പം ചിന്തിക്കേണ്ടതായ ഒരു അവസ്ഥ പലപ്പോഴും എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഇരുന്ന് പുട്ടടിക്കുന്ന ഒരു രീതിയായിട്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ അനാഥാലയങ്ങളിൽ നോക്കുകയാണെങ്കിൽ 90% കുട്ടികളും വീട്ടിലെ പ്രശ്നങ്ങൾ മൂലം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മൂലം, കുടുംബ വഴക്ക്, ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്ക്, ഇതുമൂലമാണ് അനാഥാലയങ്ങളിൽ ജീവിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു പരാജയമാണ്. ഇപ്പോൾ അനാഥാലയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ അനാഥാലയങ്ങളിൽ കൂടുതലും ഈ കുടുംബ വഴക്ക് മൂലമാണ് എത്തുന്നത്. അപ്പോൾ അനാഥാലയങ്ങൾ വർദ്ധിക്കുകയല്ല വേണ്ടത്, അനാഥാലയങ്ങൾ കുറയുകയും സമൂഹത്തിൽ ഒരു കുട്ടീനെ ഓർഫനേജിൽ കൊണ്ടാക്കിയാൽ തന്നെ ആ കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവൻ്റെ അമ്മയുടെ ആ സ്നേഹം, അവൻ്റെ അമ്മയുടെ ആയിട്ടുള്ള ഒരു സ്നേഹം, ആ സ്നേഹം കിട്ടാതെ അവനെ എത്ര തന്നെ നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല. പണ്ട് കണ്ണാടി കണ്ട മുരുകനല്ല ഇന്നത്തെ മുരുകൻ. 5000-ലേറെ പേർക്ക് സംരക്ഷണം ഉറപ്പാക്കിയിരിക്കുന്നു. അനാഥർക്ക് ഇന്ന് എറണാകുളത്തിൻ്റെ അഭിമാനമാണ്. മുരുകൻ തെരുവിൽ നിന്ന് വരുന്ന ആളാണ്. തെരുവിൽ നിന്ന് വരുന്ന ആൾ തെരുവിലുള്ളവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഈ മാതിരി പ്രവർത്തനം നടത്തിയത് ഒരു പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ്. മറ്റു പല സന്നദ്ധ സംഘടനകളും സേവന സംഘടനകളും ഒക്കെയാണ് ഈ രംഗത്ത് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്. മുരുകൻ തെരുവിൽ നിന്ന് വന്നു, തെരുവിൽ അലയുന്നവർക്കൊരു ആശ്രയമായി തീർന്നു. അത് എല്ലാ മേഖലകളിലേക്കും മുരുകൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ യാതൊരു മുൻധാരണയും കൂടാതെ, എന്തെങ്കിലും പക്ഷപാതവും കൂടാതെ സേവനം നടത്തുന്ന ആളുകളെ കണ്ടെത്തി തിരഞ്ഞു പിടിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് മുരുകൻ്റെ കാര്യത്തിലുണ്ടായത്. മുരുകൻ ഒരു പ്രചാരണവും ഉദ്ദേശിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ എറണാകുളം നഗരത്തിലെ അല്ലെങ്കിൽ എറണാകുളത്തെ ഏറ്റവും വലിയ ചേരി പ്രദേശമായ ഉദയ കോളനിയിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ അത് കണ്ടെത്താൻ മലയാളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞു. മുരുകന് നിർലോഭമായ സഹകരണം മാധ്യമ പ്രവർത്തകർ നൽകി. അതിൻ്റെ ഫലമായി അദ്ദേഹം ഈ രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയും ഇന്ന് എറണാകുളം നഗരജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരിക്കുന്നു. മുരുകൻ്റെ നന്മ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഇന്ന് എനിക്കൊരു കൊച്ചനിയനെ പോലെയാണ് മുരുകൻ. കാരണം മുരുകനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അസുഖം വന്ന് കിടക്കുന്ന ഒരു പ്രായമായി പുഴുക്കൾ കയറി കിടക്കുന്ന സ്ത്രീകളെ ഈ മുരുകൻ രക്ഷിച്ചിട്ടുണ്ട്. മുരുകൻ പോയി കഴുകി വൃത്തിയാക്കി ആര് തൊടുമോ അങ്ങനെ പുഴുക്കൾ കയറി ശരീരം പഴുത്തിട്ട് പുഴുക്കൾ
ഇങ്ങനെ ഞൊളയ്ക്കുന്ന പുഴുക്കളുള്ള ആൾ ജീവനോട് കിടക്കുന്നവരെ അവൻ കഴുകി വൃത്തിയാക്കിയിട്ട് എത്ര എളുപ്പം ഒരു വണ്ടി പിടിച്ച് ഓട്ടോ പിടിച്ചിട്ട് അതിനകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ വളരെ ചുരുക്കമാണ്. നമ്മളിപ്പോൾ ഭയങ്കര നല്ല വൈറ്റ് കോളേഡായിട്ടൊക്കെ പോയി ചെയ്യുന്നത് പലരും ഉണ്ടാവാം, പോയി നിൽക്കും. പക്ഷേ ശരീരം കൊണ്ട് പോയി അറിഞ്ഞ് സ്വയമേ പ്രവർത്തിച്ച് തോളയിലെടുത്തിട്ടുണ്ട് ഓടുന്നവരൊക്കെ വളരെ പറയാൻ എളുപ്പമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ പ്രാവർത്തികമാക്കാൻ ഭയങ്കര പാടാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. ഇത് ഏത് രീതിയിലൊരു മാറ്റം വരുത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇത് ചിന്തിക്കുന്നില്ല ആരും. എല്ലാവരും കിട്ടും. ഇപ്പോൾ ഒരാളെ ഈ എറണാകുളം ജില്ലയിൽ രാത്രി ഒരു 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം കിട്ടിയാൽ എവിടെ കൊണ്ടാക്കും? ഒരു പക്ഷേ പോലീസിൻ്റെ ഇതുകൊണ്ട് പോലീസ് വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാക്കും. പക്ഷേ പോലീസിന് അതൊരു പവർ ഉള്ളതുകൊണ്ട്. പക്ഷേ സാധാരണ ഒരു മനുഷ്യന്, ഞങ്ങളെപ്പോലത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരാളെ കിട്ടിയാൽ കൊണ്ടാക്കാൻ സ്ഥലമില്ല. ഈ തെരുവിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ മനുഷ്യർക്കും കൂടിയുള്ള താമസ സൗകര്യമോ അല്ലെങ്കിൽ കിടപ്പാടോ അല്ലെങ്കിൽ ചികിത്സയോ മറ്റോ ഒരു മാനസികാരോഗ്യ കേന്ദ്രം നമ്മുടെ കൊച്ചിയിലില്ല. അപ്പോൾ ഇത്തരം പോരായ്മകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്, യുവജന സംഘടനകളുണ്ട്, മറ്റു രീതിയിലുള്ള മതസംഘടനകളുണ്ട്. ഇവരെല്ലാവരും ഒത്തുകൂടിയിട്ട് ഇതിനെ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ മുരുകനെ പോലെ ഒരു ഓട്ടോക്കാരന് ഇത് ചെയ്യണമുണ്ടെന്നും ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ ഈ സമൂഹത്തിനെ നമുക്ക് നന്നാക്കാൻ കഴിയില്ല. മുരുകൻ്റെ രൂപത്തിലും ഭാവത്തിലും ഭാഷയിലും മാറ്റമുണ്ടായിട്ടുണ്ട്. ഇത്രയേറെ അനാഥരെ കണ്ട മനുഷ്യന് തീർച്ചയായും ഈ വ്യത്യാസങ്ങളുണ്ടാവും. തനിക്ക് സമൂഹം നൽകിയ അംഗീകാരം മുരുകൻ സ്നേഹത്തോടെ സമൂഹത്തിന് തന്നെ തിരിച്ചു നൽകുന്നു.